ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ തുടർ നടപടികളിലേക്ക് കടന്ന സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും യോഗം ഇന്ന് ചേരും. ഉച്ചകോടിക്ക് ശേഷമുള്ള ഇതുവരെയുള്ള സാഹചര്യം യോഗം വിലയിരുത്തും. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്നും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. വിജിൻ, ഇൻവെസ്റ്റ് കേരള സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു ഉച്ചകോടിയായി തന്നെ നമുക്ക് കണക്കാക്കാവുന്ന സാഹചര്യമാണ്. അതിനുശേഷം നാളിതുവരെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെയും ഒരു വിലയിരുത്തലാണോ ഇന്നത്തെ യോഗത്തിൽ നടക്കുക? തുടർന്നുള്ള കാര്യങ്ങളും തീരുമാനിക്കുമോ? ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന് ശേഷം എന്തായാലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് മാത്രം നടത്തി അവസാനിപ്പിക്കാനല്ല സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുശേഷം അതിൽ വന്ന 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 44,000 കോടിയുടെ കൂടി അധിക നിക്ഷേപ വാഗ്ദാനം ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണമായും ഇക്കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമായി ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്. അതിനാണ് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം മുഖ്യമന്ത്രി തന്നെ നിലവിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ന് വൈകിട്ടാണ് യോഗം ചേരുക. എന്തായാലും 50 കോടിക്ക് മുകളിൽ 50 കോടിക്ക് താഴെ എന്നീ കാറ്റഗറികൾ തിരിച്ച് ഇതിനെ കൃത്യമായി വിലയിരുത്തുകയും നിക്ഷേപങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 50 കോടിക്ക് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് അത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർക്ക് തന്നെ അതിൻ്റെ ചുമതല നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പൂർണ്ണമായ ഈ നിക്ഷേപങ്ങൾ പൂർണ്ണമായും ക്രോഡീകരിക്കാൻ ആയി അത് 16 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് നിലവിലെത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും നിലവിൽ നിക്ഷേപ വാഗ്ദാനങ്ങൾ നൽകിയ ഏതൊക്കെ കമ്പനികളാണ്, ഏതൊക്കെ നിക്ഷേപകരാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഉള്ള ഒരു വിലയിരുത്തലും അതിൻ്റെ ഒരു ക്രോഡീകരണവും ഒക്കെ നടത്തുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന് ശേഷം അധിക ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് യോഗം ചേരുക. വിവിധ മന്ത്രിമാർ ഒപ്പം തന്നെ ആ വകുപ്പുകളിലെ ഈ വ്യവസായ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പലതരത്തിൽ ഇടപെടേണ്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുക. കാവ്യ. ശരി, വിജിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വളരെ നിർണായകമായ യോഗമാണ്. കാരണം നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ അത് തീർച്ചയായിട്ടും പാലിക്കപ്പെടുമെന്ന ഉറപ്പ്, അതിന്മേലുള്ള തുടർ നടപടിക്രമങ്ങൾ, നാളിതുവരെ ഉച്ചകോടിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കുമെന്ന കാര്യമാണ് വിജിൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.